ഇന്നലെ ഖലീഫ ഇറങ്ങിയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഖലീഫ എനിക്ക് വർക്കായുള്ള പടമാണ്. ആവറേജ് ടു ഒരു അബവ് ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഖലീഫ ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇന്ന് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുമ്പോൾ ഈ പടത്തിന്റെ അവസ്ഥ പോലെ ഇരിക്കും ആരായിരിക്കും ഇക്കൊല്ലത്തെ ഓണം വിന്നർ എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ വിന്നർ അത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയാണ്. അതിന് നിവിൻ പോളി ഫാൻസ് എന്തായാലും എൻജോയ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനുള്ള വാദ ഇതിനകത്തുണ്ട്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായിട്ട് നിവിൻ പോളി സിനിമകളിൽ നല്ല സിനിമകൾ എന്ന് കരുതപ്പെടുന്ന സിനിമകളൊന്നും സർവ്വമായും ലവ് ആക്ഷൻ ഡ്രാമയാണ്. എന്നാൽ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇവരായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബെത്ലഹേം കുടുംബ യൂണിറ്റ് വളരെ വളരെ മുകളിലാണ്. അതായത് ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു നിവിൻ പോളി സിനിമ അത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയാണ്. ആൻഡ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ നിർത്താതെ ചിരിക്കാനുള്ള വകയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി മൂവിയാണ്. ഫാമിലീസിനും ഫ്രണ്ട്സിനും നിങ്ങൾക്കൊരു ഗ്യാങ് ആയി അടിച്ചു പോയ തിയേറ്ററിൽ ഓണത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിവിൻ പോളി കുറെ കാലങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ സേഫ് അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ആ ഒരു ടെറിട്ടറിയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പണ്ട് മിസ് ചെയ്തിരുന്ന ഗുഡ് ബോയ് ചാമുള്ള ഒരു ഫീൽ ഗുഡ് സിനിമകളിൽ അഭിനയിക്കുന്ന നിവിൻ പോളി നമുക്ക് ഈ സിനിമയ്ക്ക് തിരിച്ചിട്ടിരിക്കുകയാണ്. നിവിൻ പോളി മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഒന്നിലൊന്ന് മെച്ചെന്ന് പറയാം. എല്ലാവരും അഴിഞ്ഞാടിയിരിക്കുന്ന സിനിമയാണ് അതിനകത്ത്. ഇതിന് ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് പറയേണ്ട ഒരു ഡയറക്ടർക്ക് തന്നെയാണ്. അതിൽ എഴുതി വെച്ചേക്കുന്ന ക്യാരക്ടേഴ്സിന് വന്ന് പെർഫോം ചെയ്ത് നമ്മളെ ചിരിച്ച് മണ്ണ് തപ്പാനുള്ള ഐറ്റം ഈ പടത്തിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സംഗീത് പ്രതാപ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, റോഷൻ ഷാനവാസ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നിവിൻ പോളി ആസ് ഐ സെഡ് ബാക്ക് ടു ഹിസ് സേഫ് ടെറിട്ടറി. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് മമിത ബൈജു ആണ്. മമിത ബൈജു വിശ്വനാഥൻ സൺസിൽ സൂര്യയുടെ കൂടെ അഭിനയിച്ച അതേ ഒരു സ്റ്റോറി ലൈൻ, സിമിലാരിറ്റി ഉള്ള സ്റ്റോറി ലൈനാണ് ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റിലും വരുന്നത്. പക്ഷെ മമിത ആ രണ്ട് ക്യാരക്ടേഴ്സും പിടിച്ചിരിക്കുന്നത് നമുക്ക് ഒരിക്കലും ഒരു സിമിലാരിറ്റി തോന്നില്ല. സെയിം ആക്ട്രസ് ആണ് ഈ രണ്ട് റോളും ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് തോന്നില്ല. അത് 2 മീറ്ററിൽ 2 രീതിക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മമിത ഡെഫിനറ്റ്ലി മലയാളത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള ടാലന്റഡ് ആക്ട്രസസിലെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിംഗ് ആക്ട്രസസ് ആണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഈ പടത്തിനകത്ത് ചിരിപ്പിച്ചിരിക്കുന്നത് സുരേഷ് കൃഷ്ണയാണ്. പുള്ളി വായ തുറന്ന് കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ ചിരിച്ചിരിക്കും. പിന്നെ ഈ പടത്തിന് നെഗറ്റീവ്സ് ഇല്ല എന്നല്ല കേട്ടോ. ഈ പടത്തിന് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഭയങ്കരമായിട്ടൊരു കഥ എന്ന് പറയാൻ അവകാശപ്പെടാനുള്ള വലിയ കഥയൊന്നും ഈ സിനിമയ്ക്കില്ല. ഒരു ടിപ്പിക്കൽ ഒരു ലവ് സ്റ്റോറിയാണ്. രണ്ടാമത് എനിക്കിലെ പാട്ടുകൾ അങ്ങനെ ഭയങ്കര വർക്കായ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ഇതിന്റെ പാട്ട് യൂട്യൂബിൽ ഇറങ്ങിയപ്പോൾ എനിക്കത് അത്ര കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓർത്തിരിക്കുന്ന ടൈപ്പ് പാട്ടുകളായിട്ടും തോന്നിയില്ല. വളരെ ഒരു 1-2 മേ ബി ഒരു പാട്ട് അങ്ങനെ നല്ല പാട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചില തമാശകൾ ചില ആൾക്കാർക്ക് വർക്ക് ആവില്ല. എനിക്ക് കുറച്ച് തമാശകൾ ഭയങ്കര പ്രഡിക്റ്റബിളും പഴയ തമാശകൾ പോലെ ഫീൽ ചെയ്തു. എല്ലാ തമാശയും ഏറ്റവും നല്ല ചില തമാശകൾ പാടുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു അടച്ചിലും കുറച്ച് തമാശകൾ പാടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ എന്നാൽ അതൊന്നും ഈ സിനിമയുടെ ആസ്വാദനത്തിന് അത് ബാധിക്കുന്നില്ല. ഓവറോൾ ഡെഫിനറ്റ്ലി ഒരു അടിപൊളി സിനിമ തന്നെയാണ്. മാഡ് മെൻ റേറ്റിംഗ് ഫോർ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇസ് 8 out of 10.